الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണാസന്നനായ സമയത്ത് അദ്ദേഹം ചുമരിന്റെ നേരെ തിരിഞ്ഞു കടന്ന് കരയുന്നത് അദ്ദേഹത്തിന്റെ മകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മകൻ വന്നുകൊണ്ട് ഉപ്പയോട് ചോദിച്ചു, എന്തിനാണ് താങ്കളുടെ വിഷമം, എന്താണ്, കരയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞുപോയതാണ്. ബശറക റസൂലുള്ളാഹി കദാ വ കദാ, താങ്കൾ എന്തോർത്തിട്ടാണ് കരയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ ഇന്നിന്ന പ്രകാരമൊക്കെ താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിച്ചതല്ലേ? മരണാനന്തര ജീവിതത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടില്ലേ? ഇപ്രകാരമെല്ലാം സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒരാൾ താങ്കൾ കരയുന്നത് എന്തിനാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെതിരെ ഞാൻ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്റെ നേരെ ഇങ്ങനെ കൈ നീട്ടി ബയ്യത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ എന്റെ കൈ റസൂലുള്ളാഹിക്ക് നൽകാതെ പിന്നോട്ട് പിടിച്ചു, ചുരുട്ടിപ്പിടിച്ചു. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അറത്തു അൻ അഷ്തരി, ഞാനിത് ബയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചില നിബന്ധനകളുണ്ട്, ചില കാര്യങ്ങൾ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് താങ്കളുടെ നിബന്ധനകൾ, എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യഫിറലി, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാളാണ്. ഒരുപാട് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത, പ്രവാചകനെതിരെ യുദ്ധം ചെയ്ത, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുറത്തു കിട്ടണം, അതാണ് എന്റെ നിബന്ധന. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, യാ അംറ അമാ അലിംത, താങ്കൾക്ക് അറിയില്ലേ, അംറെ താങ്കൾക്ക് അറിയില്ലേ, അന്നൽ ഇസ്ലാം യഹ്ദിമു മാ കാന ഖബ്ലഹു, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള സകലമാന കാര്യങ്ങളും മായ്ക്കപ്പെടും, എല്ലാം പൊറുക്കപ്പെടും.
ഷഹാദത്ത് ചൊല്ലിയിട്ട് ഒരാള് ഇസ്ലാം സ്വീകരിക്കുന്നത് അയാളുടെ 75-ാമത്തെ വയസ്സിലാണ്, 80-ാമത്തെ വയസ്സിലാണ്. എന്നാലോ മാകാന ഖബ്ലഹു, അതിന് മുമ്പുള്ളതെല്ലാം മായ്ക്കപ്പെടും, എല്ലാം പൊറുക്കപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ പറഞ്ഞു രണ്ടാമതായി വഅന്നൽ ഹിജ്റ, അമ്രെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഹിജ്റ ചെയ്താൽ വഅന്നൽ ഹിജ്റത തഹ്ദുമു മാ കാന ഖബ്ലഹു, ഹിജ്റക്ക് മുമ്പുള്ള എന്തെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ടോ അതൊക്കെ മായ്ക്കപ്പെടും, പൊറുക്കപ്പെടും. മൂന്നാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വഅന്നൽ ഹജ്ജ, ഹജ്ജ് യഹ്ദുമു മാ കാന ഖബ്ലഹു, അതിന്റെ മുമ്പുള്ള എല്ലാം പൊറുക്കുന്ന കർമ്മമാണ്, പ്രവർത്തനമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അയാളുടെ ജീവിതം ഒരു പുതിയ ജീവിതമാകുന്നത് പോലെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ ഒരാളുടെ ജീവിതം അന്നു മുതൽ ഒരു പുതിയ ജീവിതമാകുന്നത് പോലെ ഹജ്ജ് ചെയ്താൽ ഒരാളുടെ ജീവിതം അന്നു മുതൽ ഒരു പുതിയ ജീവിതമാണ്. അതിന്റെ മുമ്പുള്ളതെല്ലാം മായ്ക്കപ്പെടുകയാണ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നമ്മൾ മലയാളം പോലെ പ്രയോഗിക്കുന്ന പദമാണ്. ആളുകൾക്ക് നമ്മൾ ആശംസ പറയുമ്പോ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോരാൻ കഴിയട്ടെ എന്ന് നമ്മൾ പറയും. മഖ്ബൂലാകുക എന്ന് പറഞ്ഞാൽ കബൂലാകുക, സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജ് ചെയ്യാൻ. മബ്റൂർ എന്താണ്? ഏറ്റവും പുണ്യകരമായ ഒരു ഹജ്ജാകട്ടെ എന്ന് പറയാൻ കാരണം എന്താണ്? അത് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ മനുഷ്യനാവുകയാണ്, അത് നിലനിർത്തി ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് മബ്റൂറായ ഹജ്ജ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അന്നു മുതൽ ആ ഹജ്ജ് കർമ്മത്തിന്റെ മഹത്വത്തിന് കോട്ടം തട്ടാത്ത വിധം ജീവിതത്തെ വൃത്തിയാക്കി കൊണ്ടടക്കാൻ കഴിയട്ടെ എന്നാണ് മബ്റൂറായ ഹജ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും മബ്റൂറായ ഹജ്ജ് ചെയ്താൽ, മഖ്ബൂലായ ഹജ്ജ് ചെയ്താൽ യഹ്ദുമു മാ കാന ഖബ്ല, അതിന്റെ മുമ്പുള്ളതെല്ലാം മായ്ക്കപ്പെടും, പൊറുക്കപ്പെടും, അയാള് ഒരു പുതിയ മനുഷ്യനായി തീരുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യാ അയ്യുഹന്നാസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയ കർമ്മമാണ്. ഹജ്ജ് വളരെ നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അതൊരു കൽപ്പനയാണ്, നിർബന്ധമാണ്. ഹജ്ജ് നിർബന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബഖറ സൂറത്തിൽ തന്നെ അള്ളാഹു നമ്മളോട് പറഞ്ഞു വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജ് ഉംറയും നിർവഹിക്കുക. അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജ് ഉംറയും നിർവഹിക്കുക. ഞാൻ ഇത്രയും പ്രായമായിട്ടും ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ ആൾക്കാരെന്താ പറയാ? കുടുംബത്തിൽ തറവാട്ടിൽ ഹജ്ജ് ചെയ്യാത്തവനായിട്ടിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇക്കൊല്ലം ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്തില്ലേ എന്ന് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നു, അതുകൊണ്ട് അടുത്ത കൊല്ലം. അങ്ങനെയല്ല. അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, മറ്റു കാരണങ്ങൾ ഉണ്ടാകരുത്. ഹജ്ജിന് പുറപ്പെടാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാകരുത്, മറ്റ് താല്പര്യങ്ങൾ ഉണ്ടാകരുത്, മറ്റ് പ്രേരണകൾ ഉണ്ടാകരുത്. അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തതാ ഇലൈഹി സബീല, അതിന് അവസരങ്ങളൊത്തവർ, മനിസ്തതാ ഇലൈഹി സബീല, ഹജ്ജിനുള്ള സാധ്യതകളായവർ, അവര് ഹജ്ജ് ചെയ്തോളണം. ഹജ്ജ് ചെയ്യണവർ അവരത് നീട്ടിവെക്കാൻ പാടില്ല, അത് നിർബന്ധമാണ്. ഹജ്ജ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മള് ഒരു നിർവാഹമില്ലാത്തത് കൊണ്ട് നിർവഹിക്കേണ്ടുന്ന ഒന്നല്ല ഹജ്ജ് എന്ന് പറയുന്നത്. അള്ളാഹു അത് നിർബന്ധമാക്കിയ കർമ്മമാണ്. അതുകൊണ്ട്
ഉദറില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യണം. പ്രായം അവിടെ വിഷയമേ അല്ല. ഒരു 25-ാമത്തെ വയസ്സിൽ ഹജ്ജിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം. അത് നീട്ടിവെക്കരുത്, പിന്നീടാകാം എന്ന് കരുതരുത്. നമ്മുടെ പ്രായം ഏതാണെങ്കിലും ഹജ്ജിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായാൽ അത് ചെയ്യൽ നിർബന്ധമാണ് എന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അയ്യുഹന്നാസ് ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, അല്ലാഹു നിങ്ങൾക്ക് ഫറലാക്കിയ കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ അത് നിർവഹിക്കണം എന്ന് പറയുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ, നിങ്ങൾ ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഹജ്ജ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹജ്ജിനുള്ള സാമ്പത്തികവും ഹജ്ജിനുള്ള ആരോഗ്യപരവുമായ സാധ്യതകൾ ഉണ്ടെങ്കിൽ അയാൾ നീയത്ത് വെക്കണം. മനാറാദൽ ഹജ്ജ, അങ്ങനെ ആരെങ്കിലും ഹജ്ജ് നീയത്ത് വെച്ചാൽ, ഉദ്ദേശിച്ചാൽ, ഫല്യതഅജ്ജൽ, അയാളത് അതിനുവേണ്ടി അയാൾ ധൃതിപ്പെടട്ടെ. പിന്നീട് എപ്പോഴെങ്കിലും എന്ന് ഹജ്ജിന്റെ കാര്യത്തിൽ അയാൾ തീരുമാനിക്കാതിരിക്കട്ടെ. ധൃതി കാണിക്കാനാണ്, വേഗം ചെയ്യാൻ, പെട്ടെന്ന് ആ ബാധ്യത നിർവഹിച്ചു തീർക്കാനാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് തന്നെ കാണാം, തഅജ്ജലൂ ഇലൽ ഹജ്ജി, നിങ്ങൾ ഹജ്ജിലേക്ക് തിരക്ക് കൂട്ടണം, ഹജ്ജിന് വേണ്ടി നിങ്ങൾ ധൃതിപ്പെടണം. കാരണം യഗ്നിയൽ ഫരീള ഫഇന്ന അഹദകും ലാ യദ്രി മാ യഖ്ദിറു ലഹു, നാളെ ഏതൊരവസ്ഥയിലേക്കാണ് പോകാനുള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നാളെ ഇന്നത്തെ അനുകൂലമായ സാഹചര്യങ്ങൾ 5 കൊല്ലത്തേക്കുള്ളതാണ്, 10 കൊല്ലത്തേക്കുള്ളതാണ്. അത് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് കുറെ കാലത്തേക്കുള്ളതാണ് എന്ന് നിങ്ങൾ കരുതരുത്. നാളെ എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല. ലാ യദ്രി മാ യഖ്ദിറു ലഹു, എന്താണ് നാളെ അയാളുടെ മുമ്പിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങളെന്ന് ഒരുത്തനും അറിയില്ല, ഒരാൾക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അതുകൊണ്ട് തഅജ്ജലൂ ഇലൽ ഹജ്ജി, ഫറളായ നിർബന്ധമായ ഹജ്ജിന്റെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണം, തിരക്ക് പിടിക്കണം എന്നാവശ്യപ്പെടുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കും. എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. നമുക്കൊരു നല്ല വരുമാനമുള്ള ഒരു ജോലി ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണം, നല്ലൊരു ഇണയും ഉണ്ടാകണം, നല്ല മക്കൾ ഉണ്ടാകണം, അവരോടൊപ്പം ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. സത്യവിശ്വാസികളുടെ മനസ്സിൽ ഹജ്ജിനെ കുറിച്ചും ആഗ്രഹങ്ങൾ ഉണ്ടാവണം. നമുക്കതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, അതിനുള്ള ആരോഗ്യം ഉണ്ടാകാൻ, അതിനുള്ള ഒരു അവസരം ഉണ്ടാകാൻ, അതിനുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടാകാൻ നമ്മൾ അതിന് ആഗ്രഹിക്കണം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഹജ്ജിനു വേണ്ടി സാധ്യതയായ ആളുകളൊക്കെ, സൗകര്യപ്പെട്ട ആളുകളൊക്കെ അതിനുവേണ്ടി നിങ്ങൾ തിരക്ക് പിടിക്കണം എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിളംബരമാണ് ഹജ്ജിലേക്കുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് കഅബാലയം കെട്ടിപ്പടുത്തിട്ട് അവിടെ വന്ന് ഹജ്ജ് ചെയ്യണം എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്നത്. അള്ളാഹു അദ്ദേഹത്തോട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന്റെ കാര്യത്തിൽ ജനങ്ങളോട് വിളംബരം നടത്തുക, ആളുകളെ മുഴുവൻ മക്കത്തേക്ക്, കഅബയിലേക്ക് ആളുകളെ മുഴുവൻ ക്ഷണിക്കുക, ഹജ്ജ് ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുക. യഅ്തൂക റിജാലൻ അലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ ദുർഘടമായ പാതകളിലൂടെയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്ര മെലിഞ്ഞൊട്ടി ഒട്ടകങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടാണെങ്കിലും ആളുകൾ എന്ത് ചെയ്യും? അവിടെ വന്നുകൊള്ളും. അതുകൊണ്ട് ഹജ്ജിനു വേണ്ടി ആളുകളോട് താങ്കൾ പ്രഖ്യാപനം നടത്തുക, വിളംബരം നടത്തുക എന്നാവശ്യപ്പെട്ടു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് തിരികെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്, ഐ നാദി ഫിന്നാസ് ദാഇയൻ ലഹും ഇലൽ ഹജ്ജി ഇലാ ഹാദൽ ബൈത്തിൽ ലദീ അമർനാക ബി ബനാഇഹി, താങ്കളോട് നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിച്ച ഈ ഭവനത്തിലേക്ക് വന്ന് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ആളുകളോട് താങ്കൾ ആഹ്വാനം ചെയ്യുക. അപ്പൊ അദ്ദേഹം ചോദിച്ചു, യാ റബ്ബി വകൈഫ അബ്ലിഗുന്നാസ് വസൗതി ലാ യൻഫുദുഹു, ഞാനിങ്ങനെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇത് ആര് കേൾക്കാനാണ്, ഇത് ആർക്കെത്താനാണ്, ആരാണ് ഇതിന് ഉത്തരം നൽകുക എന്ന് അദ്ദേഹം ചോദിച്ചു.
എന്റെ ശബ്ദം അത്രയും ദുർബലമായതല്ലേ? ഫഖീല, അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, നാദി, താങ്കൾ വിളംബരം നടത്തുക, താങ്കൾ ആ പ്രഖ്യാപനം നടത്തുക, ആളുകളെ മസ്ജിദുൽ ഹറമിലേക്ക്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജിനു വേണ്ടി താങ്കൾ ക്ഷണിക്കുക. വഅലൈനൽ ബലാ, താങ്കളുടെ വിളി അവർക്ക്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കൽ നാമാണ്. താങ്കൾ ആ കർത്തവ്യം നിർവഹിക്കുക, അത് എത്തിച്ചു കൊടുക്കുന്നത് നാമാണ് നിർവഹിക്കുക. ഫഖാമ അലാ മഖാമിഹി, അദ്ദേഹം നിൽക്കേണ്ടുന്ന സ്ഥാനത്ത് കയറി നിന്നു. നമുക്ക് കാണാം, അലൽ ഹജ്ർ വഖീല അല സ്വഫ വഖീല അല അബീ ഖുബൈസ്, അബൂ ഖുബൈസ് മലയുടെ മുകളിൽ എന്ന് പറയുന്നുണ്ട്, സ്വഫ കുന്നിന്റെ മുകളിൽ എന്ന് പറയുന്നുണ്ട്, വലിയൊരു പാറക്കല്ലിന്റെ മുകളിൽ എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നിട്ട് അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചു. ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈതൻ ഫഹുജ്ജു, ഈ ഭവനം അള്ളാഹു അവന്റെ ഭവനമായി സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തി, വിളംബരം നടത്തി, വിളിച്ചു പറഞ്ഞു. അന്നൽ ജിബാല തവാലഅത് ഹത്താ ബലഗ സൗത്ത് അർജാഅൽ അർദ്, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ശബ്ദമെത്തുമാറ് പർവ്വതങ്ങൾ താഴ്ന്നു നിന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. വഅസ്മഅ മൻ ഫിൽ അർഹാമി വൽ അസ്ലാബ്, ഗർഭാശയങ്ങളിലുള്ളവരും പിതാവിന്റെ വാരിയലിലുള്ളവരും, ഭൂമി ലോകത്തേക്ക് ജനിച്ചിട്ടില്ലാത്തവർ പോലും ആ വിളിയാളം കേൾക്കുകയുണ്ടായി. വഅജാബഹു കുല്ലു ശൈഇൻ സമിഅഹു, അദ്ദേഹത്തിന്റെ വിളി കേട്ടവരൊക്കെ ആ വിളിക്കുത്തരം നൽകി. മിൻ ഹജരിൻ വമദരിൻ വശജരിൻ, കല്ലും മണ്ണും മണൽത്തരികളും മരങ്ങളും എല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിളിക്ക് ഉത്തരം നൽകി. വമൻ കതബല്ലാഹു അന്നഹു യഹുജ്ജു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് വരെയുള്ള ആളുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിളിക്കുള്ള ഉത്തരമായിട്ടാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. ലബ്ബൈക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം നൽകുന്നു എന്നാണ്. ലബ്ബൈക്, ആ ലബ്ബൈക് എന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിളംബരത്തിനുള്ള ഉത്തരാണ്. ലക്ഷോപലക്ഷം ആളുകൾ ലബ്ബൈക് എന്നുച്ചരിച്ചുകൊണ്ട് വിശുദ്ധ മണ്ണിലെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരു സമയത്താണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് വളരെ പ്രബലമായ റിപ്പോർട്ടുകളിലൂടെ വന്നൊരു സംഭവമായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിളംബരം, അതിന്റെ ഭാഗമായിട്ടാണ് ഹജ്ജ് കർമ്മം സത്യവിശ്വാസികൾക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നിർബന്ധമാക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനും സാമ്പത്തികമായ സാഹചര്യങ്ങളും ശാരീരികമായ സൗകര്യങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും ഹജ്ജ് ചെയ്യണം. സാമ്പത്തികമായ കഴിവുണ്ട്, ശാരീരികമായി കഴിയുന്നില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഹജ്ജ് ചെയ്യാം. ബാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റും. ആൾക്കാരെങ്ങനെ ചോദിക്കും, ബാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റും, ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ചോദിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം. ഒരു മനുഷ്യങ്ങനെ ഹജ്ജ് ചെയ്യുമ്പോ ലബ്ബൈക ലി ഫുലാൻ, ഇന്നാലിന്ന ആൾക്ക് വേണ്ടി അല്ലാഹുവേ ഞാൻ ഉത്തരം നൽകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു, ആരുടെ പേരാണ് താങ്കൾ പറയുന്നത് എന്ന് നബി ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഖി, അതെന്റെ സഹോദരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അൻത ഹജ്ജ, താങ്കൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? താങ്കൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല നബിയെ, ഞാൻ ആദ്യമായിട്ടാണ് ഹജ്ജിന് വരുന്നത്, അതെന്റെ സഹോദരന് വേണ്ടിയാണ്. റസൂൽ പറഞ്ഞു, അല്ല, ആദ്യത്തെ ഹജ്ജ് താങ്കൾക്ക് വേണ്ടി നിർവഹിക്കണം. അവനവന് വേണ്ടിയുള്ള ഹജ്ജാണ് ആദ്യം നിർവഹിക്കേണ്ടത്. ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, ഭാര്യയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, ഭർത്താവിന് വേണ്ടി ഹജ്ജ് ചെയ്യാം, വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, മരണപ്പെട്ടവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, മരിച്ചുപോയവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം? ആ ഹജ്ജ് ചെയ്യുന്ന ആള്, റസൂൽ അതിന് പറഞ്ഞൊരു നിബന്ധന, അയാൾക്കുള്ള ഹജ്ജ് അതാദ്യം നിർവഹിക്കണം, എന്നിട്ടാണ് മറ്റുള്ളവർക്ക് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് നമ്മൾ ആഗ്രഹിക്കണം, ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, അല്ലാഹുവിന്റെ റസൂലേ ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്, ഏറ്റവും മഹത്തരമായ കർമ്മം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈമാനുൻ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും റസൂലിലും വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. സുമ്മ മാദാ, പിന്നീട് ഏതാണ്? ഖാൽ, റസൂൽ പറഞ്ഞു, ജിഹാദുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ഖീല സുമ്മ മാദാ, പിന്നീട് ഏതാണ് എന്ന് ചോദിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായ ഹജ്ജാണ്. അല്ലാഹുവിലുള്ള വിശ്വാസവും റസൂലിലുള്ള വിശ്വാസവും കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറയുന്നത് ഹജ്ജാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻ ആയിഷത ഉമ്മുൽ മുഅ്മിനീൻ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അവര് പറയാണ്, അന്നഹ ഖാലത്ത്, ആയിഷ ബീവി എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നറൽ ജിഹാദ അഫ്ളലുൽ അമൽ, ഒരു മനുഷ്യൻ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതായിട്ട് ഞങ്ങൾ കണ്ടുപോരുന്നത്, കണക്കാക്കി പോരുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത് ജിഹാദാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ് ഏറ്റവും പുണ്യകരമായ കർമ്മം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അഫലാനുജാഹിദ്, പെണ്ണുങ്ങളാണ് എന്നതുകൊണ്ട് ഞങ്ങൾക്ക് തടയപ്പെടുകയാണോ? ഞങ്ങൾ ജിഹാദ് ചെയ്യണ്ടേ? ഞങ്ങൾ ആയുധമെടുത്ത് പോരാടുന്നതിൽ തടസ്സമുണ്ടോ? ഞങ്ങൾക്ക് യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൂടെ എന്ന് ചോദിക്കാൻ ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, നിങ്ങൾ ജിഹാദിൽ പങ്കെടുക്കേണ്ടതില്ല, സായുധ പോരാട്ടങ്ങളിൽ സ്ത്രീകൾ പങ്കെടുക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. ലാക്കിൻ അഫ്ളലുൽ ജിഹാദി ഹജ്ജും മബ്റൂർ, നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജിന് പോകലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ആയിഷ ബീവിയോട്. ആയിഷ ബീവി ചോദിക്കുന്നത്, ആ പുണ്യം ഞങ്ങൾക്ക് കിട്ടാതെ പോകില്ല, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അവസരമില്ലല്ലോ, ഞങ്ങൾ അതിൽ പങ്കെടുക്കണ്ടേ? ഞങ്ങൾ യുദ്ധത്തിന് പോകണ്ടേ? യുദ്ധത്തിൽ സ്ത്രീകൾ പങ്കെടുക്കേണ്ടതില്ലേ? ലാ, പിന്നെന്ത് ചെയ്താൽ മതി? വലാക്കിൻ, പക്ഷേ, എന്നാൽ ഹജ്ജുൻ മബ്റൂറുൻ അഫ്ളലുൽ ജിഹാദ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജുൻ മബ്റൂറുൻ, ഹജ്ജ് ചെയ്താൽ മതി എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ റിപ്പോർട്ടിൽ കാണാം, ആയിഷ ബിൻത് ത്വൽഹയുടെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് അഖ്ബറതനി ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീനിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ്, അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അലാ നുഖ്രിജു ഫനുജാഹിദു മഅക്, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് താങ്കളോടൊപ്പം ഇറങ്ങി പുറപ്പെടട്ടെയോ? കാരണം ഫഇന്നീ ലാ അറാ അമലൻ ഫിൽ ഖുർആനി അഫ്ളലു മിനൽ ജിഹാദ്, ഞാൻ വായിച്ച ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും ജിഹാദിന് ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെട്ടയോ എന്ന് ഞാൻ റസൂലിനോട് ചോദിച്ചു. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ലാ, നിങ്ങൾ അങ്ങനെ ജിഹാദിന് ഇറങ്ങി പുറപ്പെടേണ്ടതില്ല. വലാകിന്ന അക്സനുൽ ജിഹാദി വഅജ്മലുഹു ഹജ്ജുൽ ബൈത്ത് ഹജ്ജും മബ്റൂർ, നിങ്ങൾ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നതാണ് ഒരു സ്ത്രീക്ക് ചെയ്യാവുന്ന ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും സുന്ദരമായ ഒരു പെണ്ണിന്റെ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജിൽ പങ്കെടുക്കലാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അത് ഉദ്ധരിക്കപ്പെടുകയാണ്. ഖാല ഉമർ ശദ്ദുർ റിഹാല ഫിൽ ഹജ്ജ് ഫഇന്നഹു അഹദുൽ ജിഹാദൈൻ, ഉമർ ഇബ്നു ഖത്താബ് പറയാണ്, രണ്ട് ജിഹാദുണ്ട്, അതില് ഒരു ജിഹാദിനു വേണ്ടി ശദ്ദുർ റിഹാൽ, നിങ്ങൾ വാഹനങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കി പുറപ്പെടുക. ഫിൽ ഹജ്ജ്, ഹജ്ജിനു വേണ്ടി. ഫഇന്നഹു, ഹജ്ജ് എന്ന് പറയുന്നത് അഹദുൽ ജിഹാദൈൻ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള രണ്ട് ധർമ്മസമരങ്ങളാണ്, അതിലൊന്ന് ഹജ്ജാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു അസറാണ്. ഞാൻ ഇത്രയും പറയുന്നത്,
നമ്മളിങ്ങനെ ഹദീസുകളിലൂടെ കടന്നു പോകുമ്പോ വളരെ ശ്രേഷ്ഠകരമായി പഠിപ്പിക്കപ്പെട്ട നന്മകളിൽപ്പെട്ടതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും പരിചയങ്ങളിലും പരിസരങ്ങളിലും പെട്ട ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, അവരുടെ എല്ലാം ഹജ്ജ് കർമ്മം അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് കർമ്മമായി അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവർക്ക് അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി സുരക്ഷിതമായി വീടുകളിലേക്ക് തിരിച്ചെത്താൻ അല്ലാഹു അവരെയും അവരുടെ കുടുംബങ്ങളെയും നമ്മളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഹജ്ജ് ചെയ്യാത്ത നമ്മളിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ശ്രേഷ്ഠമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള അവസരങ്ങളും ആരോഗ്യവും സാമ്പത്തികമായ സൗകര്യങ്ങളും അല്ലാഹു നമ്മിൽ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم أنه قال الحجاج والأمار وفد الله. الحجاج والأمار ഉംറ നിർവഹിക്കുന്നവരും ഹജ്ജ് ചെയ്യുന്നവരും അതിനുവേണ്ടി പുറപ്പെട്ടവർ വഫ്ദുല്ലാ, അല്ലാഹുവിന്റെ യാത്രാ സംഘങ്ങളാണ്. അല്ലാഹ് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ വഫ്ദുല്ലാ, അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്, അല്ലാഹുവിന്റെ യാത്രാ സംഘങ്ങളാണ്. ഹജ്ജ് യാത്രയിൽ ഒരാൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവരെന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അജാബഹു, അവർക്ക് അല്ലാഹു ഉത്തരം നൽകും. വീട്ടിൽ നിന്ന് ഹജ്ജിന് ഇറങ്ങി പുറപ്പെട്ട ഒരാള് അല്ലാഹുവിനോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അജാബഹു, അയാൾക്ക് ഉത്തരം നൽകും. വൈനിസ്തഅഫറു, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണെങ്കിൽ ഓഫറ ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുമ്പോ അത് പറയുന്ന ആളുകൾ മാത്രമല്ല, അത് കേൾക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലതും അല്ലാഹുവിന് ഉത്തരം നൽകും, തൽബിയത്ത് ചെല്ലും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ കാണുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, മാ അഹല്ല മുഹില്ലുൻ ഖത്തുൻ ഇല്ലാ ബുശ്ശിറ. ഒരാള് തൽബിയത്ത് ചൊല്ലി പുറപ്പെട്ടാൽ അയാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. വലാ കബ്ബറ മുകബ്ബിറുൻ ഖത്തുൻ ഇല്ലാ ബുശ്ശിറ. ഒരാൾ തക്ബീർ ചൊല്ലിയാൽ അല്ലാഹു അയാൾക്ക് സന്തോഷ വാർത്ത നൽകും. ഖീല, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, ബിൽ ജന്ന, തൽബിയത്ത് ചൊല്ലിയ ആൾക്ക്, ഹജ്ജിന് പുറപ്പെട്ട ഒരാൾക്ക്, തക്ബീർ ചൊല്ലുന്ന ഒരാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ബിൽ ജന്ന, സ്വർഗത്തെക്കുറിച്ചാണോ? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അതെ, സ്വർഗത്തെക്കുറിച്ചാണ്. ഹജ്ജിനൊരാൾ തൽബിയത്ത് ചൊല്ലി ഇറങ്ങി പുറപ്പെട്ടാൽ അയാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. ബിൽ ജന്ന, സ്വർഗത്തെക്കുറിച്ചാണോ? ഖാല ബലാ, അതെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മൻ ഹജ്ജ ലില്ലാഹി, ആരെങ്കിലും കുറ്റമറ്റൊരു ഹജ്ജ് ചെയ്താൽ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ഹജ്ജ് ഒരാൾ ചെയ്താൽ അയാൾ അയാളുടെ മനസ്സുകൊണ്ട് അയാളുടെ രണ്ടാം ജന്മാണ്, ഭൂമിയിലെ അയാളുടെ രണ്ടാമത്തെ ജന്മമാണ്. അയാളുടെ മനസ്സ് അയാളെ ഉമ്മ പ്രസവിച്ച ദിവസം ആ മനസ്സെങ്ങനെയോ അതുപോലെ ആയിത്തീരുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. കഴിയുന്നവർ ഉംറയുടെയും ഹജ്ജിന്റെയൊക്കെ കാര്യത്തിൽ അവർക്ക് തുടർച്ചകൾ ഉണ്ടാകട്ടെ. നമ്മൾ പറയും, ഒരു ഹജ്ജല്ലേ നിർബന്ധമുള്ളൂ, പിന്നെ ബാക്കിയൊക്കെ എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തുകൂടെ? ആൾക്കാരിങ്ങനെ ചോദിക്കും. റസൂല് പറയാണ്, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. ആരോഗ്യവും സാമ്പത്തികമായ സൗകര്യങ്ങളുള്ളവർ, തുടർന്ന് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്തുകൊള്ളട്ടെ. ഫഇന്നഹുമാ, ഹജ്ജും ഉംറയും, യൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ, രണ്ട് കാര്യങ്ങളെ തുടച്ചു നീക്കിക്കളയും. ഒന്ന് ഫഖ്റാണ്, ദാരിദ്ര്യത്തെ ഹജ്ജും ഉംറയും ഇല്ലാതാക്കും. അയാളുടെ ചെയ്യുന്ന മനുഷ്യന്റെ ദാരിദ്ര്യത്തെയും വദ്ദുനൂബ, പാപങ്ങളെയും അത് മായ്ച്ചു കളയും. കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ്,
ഇരുമ്പിന്റെ തുരുമ്പ് തീയിലിട്ട് കത്തിച്ചാൽ ഇല്ലാതാകുന്നതുപോലെ ഒരു മനുഷ്യന്റെ പാപങ്ങളും ദാരിദ്ര്യവും ഹജ്ജും ഉംറയും കാരണം ഇല്ലാതാകും എന്ന് പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരുപാട് ശ്രേഷ്ഠതകൾ ഹജ്ജിനും ഉംറക്കും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹജ്ജും അതുപോലെ ഉംറ കർമ്മവും ഒക്കെ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹിജ്ജ മാസത്തിന്റെ 8, 9, 10 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പെരുന്നാൾ നമസ്കാരം ഇവിടെ നമുക്ക് അറിയിപ്പിക്കപ്പെട്ടതുപോലെ 7:30 പെരുന്നാൾ നമസ്കാരം ഉണ്ടാവുക. കൃത്യസമയത്ത് അത് നിർവഹിക്കാൻ കഴിയേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മുടെയൊക്കെ യാത്രകളെ ക്രമീകരിക്കുക. തലേ ദിവസം, പെരുന്നാളിന്റെ തൊട്ട് തലേ ദിവസം അറഫ, ദുൽഹിജ്ജ 9 നോമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. വളരെ പ്രബലമായ സുന്നത്താണ്. എല്ലാവരും വളരെ പ്രബലമായ ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക് അറഫ നോമ്പ് നമുക്കുണ്ടാകണം. ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ മക്കളെ, കുടുംബത്തിൽപ്പെട്ടവരെ, വിദേശത്തുള്ളവരെ, നമ്മളോടൊപ്പം ഇല്ലാത്തവരെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, അറഫ നോമ്പിന്റെ പ്രാധാന്യം പറയാൻ നമ്മുടെ ഒരൊറ്റ ചെറിയൊരു മെസ്സേജ് കൊണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു വലിയ പുണ്യമാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത്. യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ തെറ്റുകുറ്റങ്ങളാണ് പൊറുക്കപ്പെടും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ വളരെ പ്രബലമായ സുന്നത്ത് അത് വിസ്മരിക്കാതിരിക്കുക. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗാവകാശത്തിന് കാരണമായി തീരുന്ന ഹജ്ജ്, അത് നിർവഹിക്കാൻ ഉള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജ് നിർവഹിച്ചവർക്ക് അതിന്റെ പുണ്യവും മഹത്വവും നഷ്ടപ്പെടാത്ത വിധം ശേഷക്കാലം അവരുടെ ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ അവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സ്വതക്കകൾക്ക്, നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലും നമുക്ക് നോമ്പെടുക്കാം. 10ാമത്തെ ദിവസം പെരുന്നാളാണ്. ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും നോമ്പെടുക്കുന്നത്, പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് റസൂല് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദുൽഹിജ്ജ 10 വരെയുള്ള 9 വരെയുള്ള ദിവസങ്ങളിൽ, 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കാം. നമസ്കാരങ്ങളിൽ നമ്മൾ സൂക്ഷ്മത കാണിക്കുന്നുണ്ട്, നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, കൂടുതൽ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്വതക്കയും ദാനധർമ്മങ്ങളും ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കണം. ഇന്ന് വളരെ ശ്രേഷ്ഠകരമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്നാണ് നമ്മൾ നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള ഈ മാസത്തെ ആദ്യത്തെ കളക്ഷൻ എടുക്കുന്നത്. എല്ലാവരും അതിൽ വളരെ സജീവമായി തന്നെ പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തനങ്ങളെയും സ്വാലിഹായ അമലുകളായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ സഹോദരി സഹോദരന്മാർ അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഹാജിമാർക്ക് സുരക്ഷിതമായി ഹജ്ജ് നിർവഹിക്കാനും അതാത് നാടുകളിലേക്ക് തിരിച്ചു പോകാനുമുള്ള അനുഗ്രഹവും സൗഭാഗ്യവും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم في المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.